അപ്പുറത്ത് പറയാൻ ഹായ് ഗൈസ്, ഞാനും ഫറാനവും കൂടിയിട്ട് ഫാറം മാളിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ ഫറാന ഇടുന്ന് ഒരുങ്ങുന്ന അത്ര ഷയാൻ ഇവിടെ ഒരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ വ്ലോഗ് എല്ലാരും കാണണേ. ഞാനും ഫറാനും മാളില് പോവുക ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ഫാറം മാളിലേക്ക് എത്തി. ഷയാനെ, അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മളൊരു ഫാറം മാളിലേക്ക് വന്നതാണ്. ഒരു മൊബൈലിന്റെ ബാറ്ററിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇന്നൊരു അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ വിൽപ്പനകൾ നടത്തുന്നുണ്ട്. നമ്മളെ കാറിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റിയെന്നുണ്ടോ നോക്കിയാൽ. ഷേന നടക്കടാ. അപ്പൊ ഇവിടെ മാലയും വളയും കമ്മലൊക്കെ വിൽക്കുന്നുണ്ട്. കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതണ്ട, നല്ല ഭംഗിയുണ്ട്. കമ്മല്, മാല, പലതരം മാലകൾ ഒക്കെ ഉണ്ട്. മുത്തുമാല, വാച്ച്, മൂക്കൂത്തി റിങ്ങുണ്ടേ മൂക്കൂത്തിയുടെ അല്ലേ? റിങ്ങുണ്ടോ നോക്കി. ഇപ്പം എത്ര വന്നാലും നമുക്ക് കണ്ടു മടുക്കാത്തൊരു മാളാണ് ഫാറം മാള്. നോക്കുക ഷേനെ, നടക്ക്. അപ്പൊ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്രിസ്മസ് സ്പെഷ്യൽ. അപ്പൊ അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ പുറത്തുണ്ട്. ഇതാ കണ്ടില്ലേ? ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇതാ ഫറാന പോവാ. കീച്ചെയിൻ അത് മാല പേരെഴുതി കൊടുക്കും തോന്നുന്നു. അപ്പൊ ഇവിടുന്ന് വേണ്ടുന്ന മാലകൾ ഇങ്ങനെ പേരെഴുതി കൊടുക്കുന്നുണ്ട്. 350, 450, 550, 650 എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. നല്ല വെറൈറ്റി കമ്മലൊന്നുണ്ട്. കമ്മലിന്റെ ഭാരം നോക്കിയാട്ടെ. ശരി,
കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് അല്ലേ? വെയിറ്റ് ഇല്ല സത്യം അല്ലേ? സത്യത്തില് ടോപ്പുണ്ട് ചുരിദാർ. അപ്പൊ നമ്മളിത് കാറിൽ വെക്കാൻ വേണ്ടി വന്നിട്ട് വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? വേറൊരാഴ്ച അടിയായി ഇപ്പം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം വന്നവർ വേറെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം അവർ അത് സെലക്ട് ചെയ്ത് അപ്പം നമുക്കിത് കവറിലിട്ട ഒരു ഫ്രഷ് പീസ് തന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല ആദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവർക്ക് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രശ്നമാക്കുന്നുണ്ട്. ആ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമസ്കാരം. അങ്ങനെ നമ്മളെ മാളുണ്ട ഉള്ളിലെത്തി. അപ്പോൾ ഇവിടെ ഹാപ്പി ന്യൂ ഇയറിൻ്റെതും ക്രിസ്മസിൻ്റെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഉണ്ടാ ശരിയാണ്. നോക്കൂ, ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഉണ്ടോ പറയാനാ? ഇല്ല. ഐക്കെയറിൽ പോയി ഞങ്ങൾ. അങ്ങനെ നമ്മൾ ഫറാനാരെ ഫോണും കൊണ്ട് ഐക്കെയറിൽ പോയി. അപ്പം വലിയ അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് അവർ പറയുന്നത് 600 റുപ്യ പേ ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാം, 600 റുപ്യ ഇപ്പോൾ പേ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ ചിരി വന്നുപോയി. അവർ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ മാള് കണ്ടില്ലേ, നല്ല ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം പിന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് മാതിരി പിന്നെ എന്താ പറയണ്ടേ, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ താഴെയില്ല കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഷെയാൻ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നില്ല. അത് പണ്ടേ ഉള്ളൊരു പരിപാടിയാണ്. അപ്പം നമ്മൾ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഒരു പൂച്ചക്കുട്ടിനെ വാങ്ങിയിരുന്നു. ആ പൂച്ചക്കുട്ടിയും കൈമ പിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു ഷെയാൻ. അല്ല ഷെയാനെ ഇങ്ങനെ ലൈക്കാക്കിയ ആ ये कितना है? നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഈ കാണുന്ന സാധനത്തിനൊക്കെ ഇതിനൊക്കെ ഒരുപാട് വില കൂടുതലുണ്ടാവും. ഈ കമ്മലെല്ലാം 1000 സംതിങ്, 1500 റുപ്യ. ഷെയാൻ മുമ്പിൽ ഓടുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഷെയാൻ്റെ കണ്ണ് പൊത്തിയിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എപ്പോൾ നമുക്ക് ഇറച്ചി തന്നെ തിന്നല്.
थोड़ा 2 पैकेट ज़्यादा जास्ती കൊടുങ്ങേ സോസ് പാക്കറ്റ് നമ്മളെ ഇത് ഇതെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തി. അപ്പം ഷേനേടി നിലയില്ല ക്യാപ്സി കണ്ടിട്ട് കേട്ടോ. അതാ അപ്പം ഷെയാൻ നേടി നിലയില്ല. എങ്ങനെയെങ്കിൽ ക്യാപ്സി തിന്നണം എന്നില്ല ഒരു ചിന്ത മാത്രമേ ഇല്ലൂ. അപ്പം ഞാനും ക്യാപ്സി തിന്നിട്ടിട്ടാ. ഉമ്മ കുടിച്ചേരാ. അപ്പം നമ്മളെ ക്യാപ്സി ഷേൻ ഇത് പൊട്ടിച്ചു കൊടുത്തിട്ട് ഷേൻ എവിടെ നിലയില്ല ഇത് പൊട്ടിച്ചായിട്ട്. മയോണിസ് മയോണിസ് ബാക്കിയുള്ളത് പാർസൽ കെട്ടിയിട്ടാണ്. ഇതാക്ക് പാർസൽ കെട്ടി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അർജൻറ്റ് നമ്മളെ സംഘത്തിൻ്റെ സാർ വന്നിട്ടുണ്ട് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അർജൻറ്റ് ഒന്ന് പോവുകയാണ്. പക്ഷേ ഞാൻ പോകുന്നത് കണ്ട നേരെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നോ 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 ഇപ്പം ആടെ സാറ് വന്നിട്ട് നിൽക്കുന്നുണ്ടോ അറിയാം. അല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നാ പറയുന്നത്. കുടുങ്ങിയാകെ അപ്പം ഷേനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഷേൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാറിലും അതിലും ജീപ്പിലൊക്കെ കയറി ഇരുന്ന് കളിക്കാൻ വേണ്ടി തുടങ്ങി. ഓൻ എന്ത് സാറ്, എന്ത് സംഘം, ഓൻ എന്ത് സംഘത്തിൻ്റെ അറിയാം. അപ്പോൾ ഓൻ അതിന് കളിക്കാൻ തുടങ്ങിയതിന് അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ ഐഡിയ പറഞ്ഞിട്ട് എല്ലാം അവിടുന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ താഴെയുള്ള ബെല്ലൈക്കൻ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു